ഹലോ. ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു നല്ലൊരു പണി കിട്ടിയിട്ടോ. രാവിലെ അല്ല കേട്ടോ, ഒരു 10-10:15 കഴിക്കാണ് കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, വീട്ടിലൊരു പണിയും ചെയ്തിട്ടില്ല കേട്ടോ. നേരം വഴി എണീറ്റെ വീട്ടിൽ പണിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അത് ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് അപ്പോഴത്തേക്കും പിന്നെ സുജീഷേട്ടൻ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. കടയിലോട്ട് പോയി. എന്നിട്ടൊരു കുറച്ച് കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, വാഴയിൽ നിന്ന് നമുക്ക് കുറച്ച് പണിക്കാരുണ്ട്, 7 പേരും. 1-2 പേരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, 7 പേരുണ്ട്. അത് കാരണം നീ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ നീ വേഗം ആക്കണം കേട്ടോ എന്ന് പറഞ്ഞ്. ഞാൻ നോക്കുമ്പോൾ തോരൻ വെക്കാനൊന്നും ഉണ്ടായിട്ടില്ല, കറി വെക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് റോഡ് വരെ വാന്ന് പറഞ്ഞു. എന്നിട്ട് മീൻ ചെറിയ അയിലയും ഒരു കേബേജും തന്നിട്ടോ. എന്നിട്ട് ഞാൻ വേഗം വന്ന് ചോറിന് വെള്ളം വെച്ച് വെള്ളം തിളച്ചപ്പോൾ എന്തൊക്കെയാ അരിയിട്ട് പിന്നെ ഇല്ലെങ്കിൽ ഞാൻ അടുപ്പിൽ കുളിക്കുന്ന വെള്ളമോ ഇങ്ങനെ എന്തെങ്കിലും പണിക്കോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം വെക്കലില്ല. ഹോട്ടലിൽ നിന്ന് അധികം മേടിക്കൽ, അധികമൊന്നും അങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കലൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ നോക്കും നല്ല വെയിലും ഉണ്ട്. അപ്പം പണിയെടുത്ത് അങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചെറിയൊരു വെയിലും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം അരിയിട്ട് രാവിലെ ചായ കുടിച്ചതിൻ്റെ ബാക്കി കുറച്ച് പാലൊഴിച്ച ചായ ഉണ്ട് കേട്ടോ. പാലൊഴിച്ച ചായ ഞാൻ കളയേ ഇല്ല. രാവിലത്തെ ഉണ്ടെങ്കിലും ഞാനത് മൂടി വെച്ച് ഉച്ചയ്ക്കായാലും ഞാനത് ചൂടാക്കി കുടിക്കട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എന്താക്കി, ചെറിയ അയിലയാ, പിന്നെ മത്തിയല്ലാത്ത നല്ലതായി, മത്തിയോ മറ്റേ കിളിമീനൊക്കെ ആണെങ്കിൽ നന്നാക്കി കൊണ്ടിരിക്കണം. അയിലയാണ് വേഗം കഴിയും. പിന്നെ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ എന്താക്കി, വേഗം ചായ കുടിച്ച പാത്രം ഉണ്ടായിരുന്നു അവിടെ കഴുകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെച്ച്, അല്ലെങ്കിൽ മീൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെയും പാത്രമാവും. ഇനി പിന്നെ അത് കാരണം ഞാൻ എന്താക്കി, വേഗം അതൊന്ന് കഴുകി വെച്ച് പിന്നെ ഞാൻ എന്താക്കി, മീൻ വെട്ടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെ ഒരിതില്ല. അപ്പോൾ ഒരു ടി വിയിലൊരു പാട്ടൊക്കെ വെച്ച്, ഞാൻ ഈ സ്ഥിരം പാട്ട് കേൾക്കും കേട്ടോ. നല്ല ടി വിയിൽ നല്ല തമിഴ് പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഹിന്ദി പാട്ട്, തമിഴ് പാട്ടൊക്കെ കേൾക്കും ഞാൻ. ഭയങ്കര ഇഷ്ടം, ഉച്ചത്ത് വെക്കുകയും ചെയ്യും. അങ്ങനെ എനിക്ക് അതേ ഇഷ്ടം പാട്ട് കേൾക്കുന്നത്. എന്നിട്ട് ഞാൻ എന്താക്കി, വേഗം മീനെടുത്ത് നന്നാക്കി, പതിയെ നന്നാക്കണം. അത് എന്താണെന്നോ, കുറച്ചൊരു ഇങ്ങനെ പൊട്ടിയ പോലെ ഉണ്ട് ചില മീൻ. ചിലത് നല്ല മീൻ, ചിലതൊരു ചെറിയൊരു പൊട്ടിയ പോലെ ഉണ്ട്. കുഞ്ഞയിലല്ലേ, അത് കാരണം തോന്നുന്നു. എന്നിട്ട് എന്താക്കി, ഞാൻ വേഗം മീൻ നന്നാക്കിയിട്ട് പിന്നെ അടുപ്പിൽ അരി ഇട്ടല്ലോ, അടുപ്പിൽ അരി ഇട്ടപ്പം എനിക്ക് തോന്നി ചോറ് തികയോ, 7 പേരില്ലേ, ചോറ് തികയോ ഇല്ലയോ എന്നുള്ളൊരു ഇതായിപ്പോയി എനിക്ക്. എന്നിട്ട് ഞാൻ എന്താക്കി, ഗ്യാസിലോട്ട് ചെറിയ ചെമ്പ് വെച്ചിട്ട് അതിനകത്ത് ഒരു 2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയും കൂടി കഴുകിയിട്ടോ. ചോറ് തികഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു ഇതെനിക്ക്. എന്നിട്ട് ഞാൻ കേബേജ് എടുത്ത് മുറിച്ച് വെള്ളത്തിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, ഞാൻ കേബേജ് എപ്പോഴും ഇതിങ്ങനെ ചെയ്യും കേട്ടോ. വെള്ളം മുറിച്ച് പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എടുത്ത് വെക്കും ഞാൻ, കുറച്ച് നന്നായിട്ട്. ഇല്ലെങ്കിൽ കേബേജ് അങ്ങനെ ഞാൻ ചെയ്യലുണ്ട്. അത് കാരണം പിന്നെ അത് എടുത്ത് മാറ്റി അങ്ങ് വെച്ച്, പിന്നെ തേങ്ങ പൊട്ടിക്കുന്നത് എന്താണെന്ന്, ചപ്പാത്തി കോലും കൊണ്ടാണ്. കത്തി രണ്ട് കത്തിയേ ഉള്ളൂ കേട്ടോ. വലിയ കത്തി, വാക്കത്തിയായിട്ട് 2 കത്തിയേ ഉള്ളൂ. ആ 2 കത്തിയും കൊണ്ടുപോയി, പിന്നെ കണ്ടത്ത് കൊണ്ടുപോയി, പിന്നെ വാഴയിലോട്ട് കൊണ്ടുപോയി. പിന്നെ കത്തിയില്ല, അതുകൊണ്ട് ചപ്പാത്തീൻ്റെ കോലെടുത്തിട്ട് ഞാൻ തേങ്ങ പൊട്ടിച്ചതാട്ടോ. പിന്നെ വേഗം തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച്, പിന്നെ ഞാൻ വിചാരിച്ച് പുളി 2 പാട്ട നിറച്ചുണ്ടായിരുന്നു. പുളി മൊത്തം കഴിഞ്ഞ്, ഇനി ഈ പുളിയേ ഉള്ളൂ കേട്ടോ. പുളി ഇനിയിപ്പോൾ കിട്ടണമെങ്കിൽ വീട്ടിൽ പോകണം. വീട്ടിൽ നിന്ന് അടുത്തെങ്കിലും ചോദിച്ച്, എവിടുന്നെങ്കിലും ചോദിച്ചില്ലെങ്കിൽ അമ്മ എടുത്ത് വെച്ച പുളീനായിട്ട് എടുക്കണം. അങ്ങനെ ഞാൻ എന്താക്കി, ആ പുളി അവിടെ തന്നെ വെച്ചിട്ടോ. കുഞ്ഞത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളി അറിയില്ല. അപ്പം ഞാൻ അത് പൊടിഞ്ഞു പോയ പുളി കൂടുതലാണെങ്കിൽ കുറച്ച് വാളംപുളി എടുത്തിട്ട് ഞാൻ എന്താക്കി, അത് പിഴിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കി, കറി വെച്ച് വേഗം തേങ്ങ അരച്ച കറി വെച്ച്. അധികം ഇവിടെ തേങ്ങ അരച്ച് കറി വെക്കലില്ല. പിന്നെ ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെച്ച് അങ്ങനെ കൂട്ടലും ഇല്ല അങ്ങനെ അധികം മീൻ കറി. പിന്നെ ഞാൻ എന്താക്കി, ഇങ്ങനെ പണിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും അങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കും കേട്ടോ. അതേമാതിരി ഉണക്ക മീൻ തെരണ്ടിയൊക്കെ കിട്ടിയാൽ തേങ്ങ അരച്ചങ്ങ് കറി വെക്കും. പിന്നെ അങ്ങനെ കറി അടുപ്പത്ത് വെച്ച് കറിയായി കേട്ടോ. അപ്പം ഉപ്പ് നോക്കിയതാട്ടോ. തന്നെ പറയാം ടേസ്റ്റ് ഉണ്ട് എന്ന്. തേങ്ങ അരച്ച് വെച്ചപ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ വെക്കാത്ത ആയതുകൊണ്ടായിരിക്കും, അത്രയും പേർക്ക് തികയണ്ടേ, അത് കാരണം. പിന്നെ കേബേജൊക്കെ നന്നാക്കി, കേബേജെല്ലാം ഒതുക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താക്കി, കേബേജ് തേങ്ങയൊക്കെ ഇടാൻ പോയപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റാൻ വെച്ച്. ഇല്ലെങ്കിൽ കേബേജിൽ ഉള്ളി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കടിക്കും. അതാണ് ഉള്ളി ചെറുങ്ങനെ വഴറ്റിയിട്ട്, ഇങ്ങനെ തന്നെയല്ല അധികം പേര് വെക്കുക. അപ്പം അതിനകത്തോട്ടിട്ട് പിന്നെ ഞാൻ എന്താക്കി, കേബേജ് ഉപ്പേരി, മീൻ കറിയും കേബേജ് ഉപ്പേരിയും. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പച്ചമുളകും കാന്താരിയും പറിച്ചുകൊണ്ടുവന്ന് കുറച്ച് പുളിയും കുറച്ച്
തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉള്ളിയെല്ലാം ഇട്ട് ചെറിയ ഉള്ളിയെല്ലാം ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തിയും കൂടി അരച്ച് കേട്ടോ. പിന്നെ അതാ കിടക്കുന്നു പാത്രമുണ്ട് കുറേ കഴുകാൻ വേണ്ടി കിടക്കുന്നു കേട്ടോ. പിന്നെ എന്താക്കി അപ്പോഴത്തേക്ക് സുഖനോട് വിളിച്ച് പറയാം. അപ്പോഴത്തേക്ക് സമയമായി 1 മണി 1:30 ആകാറായി. അപ്പോഴത്തേക്ക് ചോറ് എടുക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി പാത്രത്തിലാക്കി വെക്കാൻ പറഞ്ഞു കേട്ടോ. വേഗം ഞാൻ എന്തൊക്കെ ചോറ് കലത്തിലാട്ടോ കൊണ്ടുവന്നത്. വേറെ ഞങ്ങൾക്ക് ഇങ്ങനെ അടപ്പ് പാത്രമൊന്നുമില്ല. ഇത്രയും പേർക്ക് കൊണ്ടുപോകാം. കുറച്ച് 2-3 പേർക്ക് ആണെങ്കിൽ അടപ്പ് പാത്രമുണ്ട്. ഇത്രയും പേർക്ക് ചോറ് കൊണ്ടുപോകാനുള്ള പാത്രമൊന്നുമില്ല. അപ്പം ഞാൻ എന്താക്കി കുറച്ച് വലിയൊരു സ്റ്റീലിൻ്റെ കലത്തിലോട്ട് എടുത്തിട്ട് ചോറെല്ലാം എടുത്ത് പിന്നെ അങ്ങനെ മീൻ കറിയും കേബേജ് തോരനും അച്ചാറും ചമ്മന്തിയും പിന്നെ തൈര് അവർ സ്ഥിരം മേടിക്കും കേട്ടോ. തൈര് എവിടെ പണിയുണ്ടെങ്കിലും അവർ സ്ഥിരം മേടിക്കും. പിന്നെ അതുകൊണ്ട് തൈരിൻ്റെ പാട്ടയുണ്ട്, തൈര് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് കൊണ്ടുവന്നില്ല. പിന്നെ അതിന് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ച് പ്ലേറ്റ് ഇതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഒരു സഞ്ചിയിലാക്കിയാൽ മതി. അപ്പം സുജീഷേട്ടൻ വന്നിട്ട് സഞ്ചിയിലാക്കി ചോറ് കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്താക്കി ബാക്കി അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് വേഗമൊക്കെ അടിച്ച് വാരി പിന്നെ അടുക്കളയും എല്ലാം വൃത്തിയാക്കി തുടച്ച് അത് കഴിഞ്ഞിട്ട് എന്താക്കി കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തുണി അലക്കാനുണ്ട്. പിന്നെ തുണി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്കാവും. ഞാൻ തുണി അങ്ങനെ കൂട്ടി വെക്കാറൊന്നുമില്ല കേട്ടോ. ഒരു തുണി ഉണ്ടെങ്കിൽ ഞാൻ വേഗം അലക്കിയിടും. പിന്നെ ആ അലക്കലും കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായിട്ടോ വന്ന് വൈകുന്നേരം ചെറിയൊരു മഴ പോയപ്പോഴത്തേക്കും 5:30 ആകുമ്പോഴത്തേക്കും പണിയും കഴിഞ്ഞ് വന്നിട്ടോ. അപ്പം ഞാനിതൊക്കെ ഈ സാരിയെ കൊടുത്തിട്ട് എന്താണെന്ന് വിചാരിക്കും. ഞാനന്ന് റീലിട്ടില്ലായിരുന്നോ. ഇത് 2 ദിവസത്തെ മുമ്പേ ഉള്ള വീഡിയോസാണേ. പിന്നെ റീലിട്ടില്ലായിരുന്നു സാരിയെ കൊടുത്തിട്ട്. അപ്പോൾ റീലെടുക്കുമ്പോഴാണ് സുജീഷേട്ടൻ വന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ അങ്ങനെ തന്നെ അടുക്കളയിൽ പോയി ചായ വെച്ച് പിന്നെ കുറച്ച് മാവുണ്ടായിരുന്നു ബാക്കി കേട്ടോ. അതെന്താക്കി ഇഡ്ഡലി ചെമ്പിൽ പാർന്ന് ഒരു 2 തട്ടിലൊഴിച്ച് കേട്ടോ ബാക്കി മാവ്. പിന്നെ ഞങ്ങളങ്ങനെ പിന്നെ ചായയും വെച്ച് ഞാൻ എന്താക്കി വേഗം കുടിച്ച് പിന്നെ ഇത്രയുള്ള വീഡിയോ.